അധർമ്മത്തിനുമേൽ ധർമ്മം വിജയം കൈവരിച്ച ദിനം. ഭാരതം എമ്പാടും വിജയദശമി പല പേരിൽ ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ദസറ എന്ന പേരിലും, മഹാരാഷ്ട്രയിൽ അത് ആയുധപൂജയായും കുടുംബസംഗമമായും, ബംഗാളിലെത്തുമ്പോൾ ദുർഗാപൂജയായും, കേരളത്തിൽ വിദ്യാരംഭമായിട്ടും വിവിധങ്ങളായ രീതിയിൽ ആഘോഷിക്കുകയാണ്. ദേവലോകത്ത് ദേവേന്ദ്രനെ പോലും സ്ഥാനഭ്രഷ്ടനാക്കി മഹിഷാസുരൻ, ബ്രഹ്മാവിൽ നിന്ന് സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടുകയുള്ളൂ എന്ന് വരം വാങ്ങിയ മഹിഷാസുരൻ അവിടെ ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും പോയും ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ അവർ 3 പേർ കൂടി ദുർഗാദേവിക്ക് അവതാരം കൊടുക്കുകയുണ്ടായി. അവരുടെ ആയുധങ്ങളെല്ലാം കൊടുത്ത് സർവപ്രഹരണശേഷിയുമായി ദുർഗാദേവിയെ സൃഷ്ടിച്ചു. 9 ദിവസം നീണ്ട മഹായുദ്ധത്തിനൊടുവിൽ മഹിഷാസുരനെ വധിക്കുകയുണ്ടായി. ആ ധർമ്മ വിജയമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നേപ്പാളിൽ ചില സ്ഥലങ്ങളിൽ കുമാരി പൂജയായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഈ ഉത്സവം. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയെല്ലാം സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ദേവന്മാർ പ്രസാദിക്കുന്നു. അതാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം. ദുർഗാദേവിയെ നമ്മൾ ഭാരതമെമ്പാടും ആ രീതിയിൽ ആഘോഷിക്കുകയാണ്. ധർമ്മ വിജയമാണ്. മഹാഭാരത യുദ്ധസമയത്ത് ദുര്യോധനൻ യുദ്ധത്തിന് പോകുമ്പോൾ അമ്മയുടെ അടുത്ത്, ഗാന്ധാരിയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങാനായി ചെന്നു. അപ്പോൾ ഗാന്ധാരി പറഞ്ഞത് യഥോ ധർമ്മസ്ഥതോ ജയ എന്നാണ്. വിജയീ ഭവ എന്നല്ല പറഞ്ഞത്, വിജയിച്ചു വരൂ എന്നല്ല പറഞ്ഞത്. എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയമുണ്ടാവുക. അതാണ് ഗാന്ധാരി പറഞ്ഞത്. അതാണ് നമ്മുടെ സങ്കല്പം. ഈ വിജയദശമി ദിനം രാമായണത്തിലും വിശേഷമുണ്ട്. ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ച ദിനമായിട്ടാണ് കണക്കാക്കുന്നത് വിജയദശമി ദിനം. കൂടാതെ വനവാസ കാലത്തിന് ശേഷം പാണ്ഡവർ ആയുധം പൂജയ്ക്ക് വെച്ച് ഇറങ്ങുന്ന ദിനം കൂടിയാണ് ഈ വിജയദശമി. അതുകൊണ്ട് നമ്മൾ ആയുധ പൂജ വയ്ക്കുന്നു. ചരിത്രത്തിലും നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ, വൈക്കം സത്യാഗ്രഹത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാം ഈ വിജയദശമി ദിനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് അതാത് സമയത്തെ മഹാരഥന്മാർ സന്ദേശം ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. അത്ര വിശേഷപ്പെട്ട ഒരു ദിനമാണ് ഈ വിജയദശമി. ആ ഒരു പുണ്യദിനത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ബീജാവാപം ചെയ്തത്. സംഘത്തിൻ്റെ ശതാബ്ദിയാണ്. സംഘത്തിന് ഏറ്റവും വലിയ, ആരും സംഘടിപ്പിക്കാത്ത തരത്തിലുള്ള വലിയ പരിപാടി സംഘടിപ്പിക്കാൻ ഇന്ന് സാധിക്കും. പക്ഷേ സംഘം അങ്ങനെ ഒരു കാര്യക്രമമല്ല നിശ്ചയിച്ചിരിക്കുന്നത്. സംഘത്തിൻ്റെ പ്രാദേശിക തലങ്ങളിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച്, ഒരു പഞ്ചായത്ത് 2ആയിട്ടൊക്കെയാണ് ഒരു മണ്ഡലം വരുന്നത്. അപ്പോൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയദശമി മഹോത്സവം നടത്തുക എന്നാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. സംഘം ഈ വിജയദശമി ദിനത്തിൽ ആത്മവിശകലനം നടത്തുകയാണ് ചെയ്യുന്നത്. മുമ്പ് സംഘത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ, സംഘത്തോടൊപ്പം ചരിച്ചിരുന്ന കുടുംബങ്ങൾ, അവരെ സ്മരിക്കുന്ന നിരവധി ബലിദാനികളുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഇന്നത്തെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സംഘത്തിന് പൂർണ്ണമായ ആത്മസംതൃപ്തിയാണുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1925 ഡോക്ടർ ജി സംഘം തുടങ്ങിയപ്പോൾ എന്താണോ നിശ്ചയിച്ചിരുന്നത് 1 മണിക്കൂർ ശാഖ, ഇന്നും അതിൽ നിന്നും യാതൊരു വ്യതിചലനവുമില്ലാതെ സംഘം അടിയുറച്ച് ആ 1 മണിക്കൂർ ശാഖ എന്ന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സംഘത്തിൽ പറയുന്ന ഒരു ഗണഗീതമുണ്ട്, പതുക്ക അന്തിമ ലക്ഷ്യ സിംഹാസന ഝടുത്തേ ജാന. അതായത് സിംഹാസനത്തിൽ കയറിയിരിക്കുക എന്നുള്ളതല്ല സംഘത്തിൻ്റെ ലക്ഷ്യം, ജനങ്ങളെ സേവ ചെയ്യുക എന്നുള്ളതാണ്. 1925 സെപ്റ്റംബർ മാസം 27-ാം തീയതി വിജയദശമി ദിനം ഒരു ഞായറാഴ്ചയാണ് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ സംഘം തുടങ്ങുന്നത്. അദ്ദേഹം അവിടെ കൂടിയ 10-15 യുവാക്കളോട് പറഞ്ഞത്, നമ്മൾ ഇന്ന് സംഘം തുടങ്ങുകയാണ് എന്നാണ്. സംഘം ആരംഭിക്കുന്നതിന് മുമ്പ്
അദ്ദേഹം നിരവധി സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിരുന്നു, ജയിൽവാസം അനുഭവിച്ചിരുന്നു, വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായിട്ട് കൽക്കട്ടയിൽ പഠിക്കുന്ന സമയത്ത് അനുശീലൻ സമിതി എന്ന ആ സമയത്തെ തീവ്ര വിപ്ലവകാരികളുടെ സംഘടന, അതിൽ അംഗമായി പ്രവർത്തിച്ചിരുന്നു. നിരവധി പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം സംഘം ആരംഭിച്ചത്. അതിന് രണ്ട് കാരണമുണ്ടായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ശക്തമായ പ്രക്ഷോഭങ്ങൾ വന്നിരുന്നു. 1919 മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു. സ്വാതന്ത്ര്യം ഒരു പക്ഷേ അടുത്ത് തന്നെ ലഭിച്ചേക്കാം എന്ന സാഹചര്യം വന്നിരുന്നു. അദ്ദേഹം ചിന്തിച്ചത് രണ്ട് കാര്യമാണ്. എന്തുകൊണ്ടാണ് ഭാരതം അടിമത്തത്തിലേക്ക് പോയത്? അതാണ് അദ്ദേഹം, നമ്മളെ ഹൂണന്മാർ, ശകന്മാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, മുഗളന്മാർ, ബ്രിട്ടീഷുകാർ, നിരവധി ആളുകൾ മാറി മാറി ഭരിച്ചു. എന്തുകൊണ്ടാണ് നമ്മളെ മാറി മാറി ഇങ്ങനെ വിവിധങ്ങളായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത്? അതാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇതിനെന്താണ് ഒരു പരിഹാരം? രണ്ടാമത് അദ്ദേഹം ചിന്തിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയേക്കാം, കിട്ടുന്ന സ്വാതന്ത്ര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമോ? അതുതന്നെയാണ് സ്വാമി വിവേകാനന്ദനും ചോദിച്ചത്. എനിക്ക് കരുത്തരായ 100 യുവാക്കളെ തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാമെന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. വിൽ യു ബി ഏബിൾ ടു കീപ് ഇറ്റ്? അത് നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമോ? അതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു യുവതയെ വാർത്തെടുക്കുക, അതാണ് ഡോക്ടർ ജി ചിന്തിച്ച സംഘടനാ മന്ത്രം. രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളെ വാർത്തെടുക്കുക. ആ വ്യക്തികളിൽ കൂടി സമൂഹത്തിൽ പരിവർത്തനം വരിക, വൈഭവശാലിയായ രാഷ്ട്രം രൂപീകരിക്കുക. അപ്പോൾ ആ വ്യക്തികളെ രൂപീകരിക്കാനുള്ള സംഘടനാ പ്രവർത്തനമാണ് സംഘം നിരവധി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് വെളിച്ചം നൽകാൻ സാധിക്കുന്ന വ്യക്തികളെ, വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനും മേന്മേൽ അമൃതമയം, ഇതാണ് കവിവചനം. അങ്ങനെയുള്ള വിളക്കുകൾ ആയിട്ട് നടക്കാൻ സാധിക്കുന്ന വ്യക്തികളെ സമൂഹത്തിൽ സൃഷ്ടിക്കുക, ആ ഒരു പ്രവർത്തനമാണ് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്.